മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പണം നൽകിയതിന് രേഖകളുണ്ട്. നിയമപോരാട്ടം തുടരും, ഭയം കൊണ്ട് പിന്മാറില്ല എന്നൊക്കെയായിരുന്നു മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധിക്ക്, അതായത് വിജിലൻസിന്റെ അന്വേഷണം നിരസിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പാസ്സാക്കിയപ്പോൾ പറഞ്ഞത്. ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാതിരിക്കുകയായിരുന്നു ഇന്ന് തിങ്കളാഴ്ച. അങ്ങനെ പക്ഷെ എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതിയിലും ഈ വിധി തള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഹർജി തള്ളിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം സുപ്രീം കോടതിയുടെ നിശ്ചിതമായ വിമർശനം ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 പേർക്കെതിരെ നൽകിയ പരാതിയായിരുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെ നിന്ന് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയത്. രാഷ്ട്രീയ വിഷയങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് എന്തിനാണ് കോടതിയിലേക്ക് വരുന്നത്? അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ നൽകിയ രേഖകളിലോ കണ്ടെത്താനായില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. മാത്യു കുഴൽനാടന് ഏറ്റ ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചത് സാങ്കേതിക കാരണങ്ങളാലാണ് ഈ പറയുന്ന സുപ്രീം കോടതി ഇടപെടാതിരുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. രാഷ്ട്രീയമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും, നിയമപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇനി എന്ത് നിയമമാണ് കുഴൽനാടന് മുമ്പുള്ളത്? ഇതിൽ നമുക്ക് കുഴൽനാടനോട് ചോദിക്കാനുള്ളത്, കുഴൽനാടൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് എന്നാണ് പുറത്തറിയപ്പെടുന്നത്. അദ്ദേഹം സുപ്രീം കോടതി അഡ്വക്കേറ്റുമാണ്. പക്ഷേ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഹർജി നൽകുന്ന സമയത്ത് ആ ഹർജിയുടെ സാങ്കേതിക സ്വഭാവം കൃത്യമായിട്ട് തിരിച്ചറിയാൻ പാടില്ല എങ്കിൽ അദ്ദേഹം അടിയന്തരമായിട്ട് ചെയ്യേണ്ട വക്കീൽ കോട്ട് അഴിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കേസും കൃത്യമായിട്ട് പഠിക്കാതിരിക്കുകയും എങ്ങനെയാണ് കേസ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്നത് വക്കീൽ എന്ന നിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൗർബല്യമാണ്, വലിയ ബാധ്യതയാണ്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ കൊടുക്കുന്ന കേസുകൾ ചിലപ്പോൾ തള്ളിപ്പോവാം, സാങ്കേതിക കാരണം പറഞ്ഞ് തള്ളാം. കാരണം അവർക്ക് അതിന്റെ സാങ്കേതികത അറിയാൻ പാടില്ല. കുഴൽനാട് ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുഴൽനാടൻ എവിടുത്തെ അഡ്വക്കേറ്റ് ആണ് എന്നായിരിക്കും രാഷ്ട്രീയ അധികാരികൾ ചോദിക്കുക. ഇത് രാഷ്ട്രീയ അധികാരികൾ മാത്രമല്ല, നമ്മൾ പോലും, അതായത് രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമല്ലോ. രാഷ്ട്രീയ എതിരാളികൾ അല്ലാതെ വഴി നടക്കുന്നതായിട്ടുള്ള സാധാരണക്കാർ പോലും ചോദിക്കും, ഇവൻ എന്ത് വക്കീലാടാ എന്ന്. സാങ്കേതിക കാരണം പറഞ്ഞു തള്ളി എന്ന് അയാൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം വളരെ ഗൗരവമായി നിരന്തരമായി നിരവധി ദിവസങ്ങളായിട്ട് ഈ കേസിന്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് കുഴൽനാടൻ. അപ്പം മാത്യു അങ്ങനെ പോകുന്ന സമയത്ത് മാത്യുവിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കേണ്ടതുണ്ടല്ലോ. അയാൾ പഠിച്ച് കാണണമല്ലോ, പഠിച്ചു കാണും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പഠിച്ച് കേസിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സാങ്കേതികമായിട്ട് പിഴവില്ലാത്ത ഒരു ഹർജി എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയാത്തത്? അത് വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് പൊതുവെ സാധാരണക്കാർക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ എക്സാലോജി കേസിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പണിയെടുക്കാതെ പണം പറ്റി എന്നുള്ളതാണ്. പണിയെടുക്കാതെ പണം പറ്റുന്ന അഴിമതിയാണ്. അതിന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡൊന്നും പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരം ഒരു വിഷയം അത്ര കോമൺ സെൻസ് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ തെറ്റാണ് എന്നറിയാവുന്ന ഒരു കാര്യം, അത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ളതുണ്ടോ എന്ന് പരിശോധിച്ച് കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫയൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കും. രാഷ്ട്രീയ സമരം അദ്ദേഹത്തിന് നടത്താം, അതിന് കോടതിയിൽ പോകേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സമരം നിരന്തരമായിട്ട് നടത്തുകയും ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ സജീവമായി ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്യാം. അത് അദ്ദേഹത്തിന് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം കോടതിയിലേക്ക് പോകുമ്പോൾ അത് കോടതി എടുക്കുന്ന കേസായിരിക്കുമോ എന്ന് പരിശോധിക്കുകയും എടുക്കുന്ന കേസാണെങ്കിൽ എങ്ങനെയാണ് എടുപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും ചെയ്യാതെ വെറുതെ കേസ് തള്ളിപ്പോയ സമയത്ത് കോടതിയുടെ മുമ്പിൽ നിന്ന് ഇളിച്ചുകൊണ്ട് പറയണം സാങ്കേതിക തള്ളലാണ് ഇതെന്ന് പറഞ്ഞു. അതൊരു ഗുണകരമായ കാര്യമായിട്ട് നേരത്തെ അറിയാനുള്ള വഴി അല്ല. അറിയാൻ പാടുണ്ടെങ്കിൽ അത് തിരുത്തണമല്ല. സാങ്കേതികത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോടതിയിൽ, ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും, എങ്ങനെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്, ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കേസിനാസ്പദമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കേസ് കൊടുക്കാനായിട്ടുള്ള യോഗ്യതയുള്ളതാണ്. ഈ രണ്ട് വിഷയമാണ് അതിൻ്റെ അകത്ത് സാങ്കേതികത്വം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പരിപാടിക്ക് അദ്ദേഹം നടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സാലോജി കേസിലെ ബഹുഭൂരിപക്ഷ ആളുകൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതിനകത്ത് അഴിമതി നടന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം ഇതാണ്. എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനി
യാതൊരു സേവനവും നൽകാതെയാണ് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ളതാണ്. ഒരു ജോലിയും ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തരുമോ? തരില്ല. ഇല്ല. അപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ആ ഗൂഢലക്ഷ്യങ്ങളാണ് ഇതിന് അഴിമതി എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ കച്ചവടം ചെയ്യുന്ന പ്രക്രിയയായിട്ടാണ് ഈ പ്രവർത്തനത്തെ എല്ലാവരും വിലയിരുത്തുന്നത്. വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് അവരുടെ എക്സാലോജി കമ്പനിക്ക് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പണം വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പണം വന്നിട്ടുള്ളത് എന്ന് പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം അവർക്ക്. അവർ സ്വാഭാവികമായിട്ടും നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഇത് രണ്ട് കമ്പനികളും തമ്മിലുള്ള ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഇത് ഞങ്ങൾ പരസ്പരം ബോധിപ്പിച്ചാൽ മതി, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ശരിയെങ്കിൽ അത് ആ രീതിയിൽ വിടുകയും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുക. അതല്ലാതെ അത് കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയി കോടതി അയാൾ തള്ളപ്പെടുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഗുണമുള്ള കാര്യമല്ല. കുഴൽനാടൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ. CPM എന്ന് പറയുന്ന പാർട്ടി, അതിൻ്റെ മുഖ്യമന്ത്രിയും അതിൻ്റെ സർക്കാരും ഇവിടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആ വിഷയം ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയുകയും അതിനാവശ്യമായിട്ടുള്ള തെളിവ് ഹാജരാക്കുകയും ജനങ്ങളുടെ കോടതിയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. എന്തായാലും കോടതിയിലുള്ള ഈ തിരിച്ചടി എന്ന് പറയുന്നത് കുഴൽനാടൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനുള്ള തിരിച്ചടി മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയായി മാറുകയാണ്. അല്ല, ഒരു വിശ്വാസയോഗ്യതയ്ക്ക് പോലും കോട്ടം തട്ടിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടി ഹൈക്കോടതി അപ്പീൽ നിരസിച്ചപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന സേവനം ഒന്നും തന്നെ നൽകാതെ പണം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, അതുമായാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട യാതൊരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഹർജിയിൽ നൽകിയ രേഖകളിലൊന്നും അങ്ങനെ ഒന്നും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ വിശ്വാസയോഗ്യതയല്ലേ ഉള്ള ചോദ്യം ചെയ്യപ്പെടുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇതിലുള്ള കാഴ്ചപ്പാടിനെയും ആത്യന്തികമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇത് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇതിനകത്തില്ലല്ലോ ശരിക്കും. അതാണ് കോടതി മുന്നോട്ട് വെച്ച പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സർക്കാരിൻ്റെ ഒരു പ്രശ്നമല്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഇതിൽ മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കമ്പനി എന്ത് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്ത് ഈ മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുക. അതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ അലിഗേഷനാണ്. അതങ്ങനെ തന്നെ എടുത്താൽ മാത്രമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ അത് സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാനും പ്രവർത്തനമാക്കാനും കഴിയുകയുള്ളൂ. അവിടെയാണ് കുഴൽനാടിന് പാളിച്ച പറ്റിയിരിക്കുന്നത്. കാരണം കുഴൽനാടിന് ഒറ്റയ്ക്ക് കേസും ചുവന്ന് നടക്കണേ. ഞാൻ ഹരിചന്ദ്രനെ പോലെ ഒരു വലിയ കൊള്ളക്കാരൻ്റെ മകൾക്കുമെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ നടന്ന ആ മനുഷ്യൻ്റെ അഹങ്കാരമാണ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതെന്നുള്ളതാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല അത് ചെയ്യേണ്ടത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി സംവിധാനമുണ്ട്. ആ പാർട്ടി സംവിധാനം ഉപയോഗിച്ചാണ് ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രയോഗവൽക്കരിക്കേണ്ടത്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് പല ആളുകൾക്കും പലരും അങ്ങനെ കേസ് ഫയൽ ചെയ്യാറ്. ആ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് പക്ഷേ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടാവും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഒറ്റയ്ക്ക് നടത്തില്ല, പാർട്ടിയല്ല നടത്തിയത്. അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന നമ്മളുടെ ഒരു മുൻ മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടത്. സർക്കാരിൻ്റെ പണം അവിടെ അഴിമതിയിലൂടെ നഷ്ടപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കുന്നത്. ഇപ്പോൾ ഒരു അഴിമതി കേസിൽ നമ്മുടെ ഒരു മന്ത്രി ശിക്ഷിക്കപ്പെട്ട ഏക ഉദാഹരണമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് കേസിന് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന രേഖകളും സംവിധാനങ്ങളും സാങ്കേതിക മികവും ഒക്കെ പുലർത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും വീണ്ടും ആളുകളുടെ മുന്നിൽ വന്നു നിന്ന് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ കേസ് ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതി ഒരു കേസ് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എവിടെയാണ് പോണത്? സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ്. അതിൻ്റെ മുകളിൽ കുഴൽനാടിന് പോകാനായിട്ട് ഒരു കോടതിയുമില്ല. മനസ്സിലായി? എന്നിട്ടാണ് ഇയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരി എന്ത് നിയമ പോരാട്ടത്തിൻ്റെ നെറുകയിൽ ആണ് അദ്ദേഹം പൊളിഞ്ഞു വീണ് ഇരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് തോറ്റു കഴിഞ്ഞിട്ട് വീണ്ടും ഏത് കോടതിയിലേക്ക് ഇയാൾ പോകാൻ പോകുന്നു എനിക്കറിയില്ല എന്താണ്.